പിണറായി സർക്കാരിന് ഇപ്പോൾ ശനിദശയാണെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും എന്തൊക്കെയാ സർക്കാരിനെതിരെ പൊങ്ങി വരുന്നത്? എന്നാൽ എല്ലാം ഒതുക്കാൻ ഇത്രയും നാൾ സർക്കാരും സർക്കാരിന്റെ മാധ്യമങ്ങളും ചേർന്ന് കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ കൊത്തിപ്പറിക്കുകയായിരുന്നു. മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പാർട്ടി എന്ത് നടപടിയെടുത്തു? രാഹുൽ ഇപ്പോൾ എവിടെയാണ്? രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണ്? അങ്ങനെ ഒരുപാട് കഴുകൻ കണ്ണുകളാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ചുറ്റും വട്ടമിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കഴുകൻ കണ്ണുകൾ ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞുകുത്തുകയാണ്. മസാല ബോണ്ട് കേസിൽ 3 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനും ED നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുബായിക്ക് പോയ പിണറായി അതേ വേഗത്തിൽ തന്നെ തിരിച്ചു വരുമെന്ന് ഉറപ്പായി. മാങ്കൂട്ടത്തിലിനെ മുന്നിൽ നിർത്തി സർക്കാരിന്റെ ഭരണവീഴ്ചകളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് വളരെ അപ്രതീക്ഷിതമായി EDയുടെ നോട്ടീസ് വന്നത്. ഒന്നാം പിണറായി സർക്കാരിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ പ്രശ്നം ആദ്യം നിയമസഭയ്ക്കകത്തും പുറത്തുമായി ഉന്നയിച്ചത്. ഇപ്പോഴിതാ മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും ED നോട്ടീസ് അയച്ചതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മസാല ബോണ്ട് കേസിൽ നരേന്ദ്രമോദിയും പിണറായി സർക്കാരും ബെഡാ ദോസ്തുക്കളാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ ED നോട്ടീസ് നൽകിയിട്ടൊന്നും വലിയ കാര്യമില്ല. മുൻപും ഇതുപോലെ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാം ആവിയായി പോയെന്നും സത്യസന്ധമായാണ് അന്വേഷണം പുരോഗമിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് മസാല ബോണ്ട് കേസ്. കാരണം ഇതിൽ വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കൊള്ള നടത്തി സർക്കാർ കേരളത്തെ കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇനിയും എന്തടിസ്ഥാനത്തിലാണ് LDFനെ ജയിപ്പിക്കാൻ പറയുന്നത്? ഇങ്ങനെ തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരിന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കാണാം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് ഈ മസാല ബോണ്ട്? മസാല ബോണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിൽ കടപ്പത്രങ്ങൾ ഇറക്കുന്നതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇത് BJPയുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ രാജ്യാന്തര നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി BJP ആവിഷ്കരിച്ച ഒരു നടപടിയാണ്. അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ കറൻസിയിൽ ബോണ്ട് ഇറക്കാൻ കഴിയും. അതാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ലണ്ടനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായി ഇത് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദി ചെയ്ത അതേ കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിലും ചെയ്തത്. അവിടെയാണ് ഇതിൻ്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മസാല ബോണ്ടിലൂടെ അന്ന് ഞാനാണ് ഈ ഇഷ്യൂ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിപ്പിടിച്ചത്. ഈ മസാല ബോണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു വലിയ അഴിമതിയുടെയും കൊള്ളയുടെയും കഥയാണ് എന്നുള്ളത്. ഇത് മസാല ബോണ്ട് വാങ്ങാൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമുണ്ട്, പബ്ലിക് പ്ലേസ്മെൻറ്റുമുണ്ട്. പബ്ലിക് പ്ലേസ്മെൻറ്റ് നടത്തിയത് മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി അവിടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കിയത് 9.72%. അതേസമയം ലോകബാങ്ക് പലിശ 2.5%. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത 16 ഇന്ത്യൻ കമ്പനികൾക്ക് 5.5% മുതൽ 7.5% വരെ പലിശയ്ക്കാണ് മസാല ബോണ്ട് ഇറക്കിയത്. അപ്പോൾ കേരള ഗവൺമെൻറ് 9.72% കൊള്ളപ്പലിശയ്ക്കാണ് ഈ ബോണ്ട് ഇറക്കിയത്. ഇത് ആർക്ക് വേണ്ടിയാണ്? അവിടെയാണ് എൻ്റെ ചോദ്യം. ഇത് മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണി അടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾക്ക്. 375 കോടി രൂപയുടെ അഴിമതി
നടന്ന പ്രമാദമായൊരു കേസാണ് ലാവ്ലിൻ കേസ്. അന്നത്തെ വൈദ്യുതി മന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ 7ാം പ്രതിയായി സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. 41 തവണ ഈ കേസ് മാറ്റിവെച്ചതും മോഡിയും പിണറായിയും തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് പരക്കെ സംസാരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇതുപോലെ 41 തവണ ഒരു കേസും മാറ്റിവെച്ചിട്ടില്ല. അത് വേറൊരു വിഷയം. ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള ഒരു കമ്പനിക്കാണ്, ആ കമ്പനിയുടെ പേര് CDPQ എന്നാണ്.